സിനിമയിലൊരു പൈങ്കിളി, ഒരു പ്രണയം എല്ലാം ഉള്ള ഒരു ദിലീപേട്ടനെ കണ്ടതെങ്കിൽ ഈ ഇന്റർവ്യൂസിലെല്ലാം ഞാൻ കണ്ടത് ഭയങ്കര ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അതായത് ദിലീപേട്ടൻ സംസാരിക്കുമ്പോൾ, ഞാൻ ഇതിനു മുന്നേ ദിലീപേട്ടനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, തകർന്നൊരു മനുഷ്യന്റെ ഇന്റർവ്യൂ ആണ് ഞാൻ പലതിലും കണ്ടത്. ദിലീപേട്ടന്റെ പല വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു. പറയുമ്പോൾ ഇവിടെ നിന്നല്ല, കെയിം ഫ്രം ഹിയർ അങ്ങനത്തെ. അപ്പം ശരിക്കും എൻ്റെ ഒരു അവസാനത്തെ ഇതെന്നുള്ള പോലെയൊക്കെ, ലൈക്ക് ഇത് എൻ്റെ പ്രതീക്ഷ ഈ സിനിമ എന്നുള്ള പോലെയും ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പല സ്ഥലത്തും വന്ന് അതിലൊരു കമൻറ്റ് ചെയ്തായിരുന്നു, അത് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ പലതും പറയാമെന്നൊക്കെ. പക്ഷെ ശരിക്കും അത് ഇതിനേക്കാൾ വലിയ പൈസ ഇറക്കിയിട്ടാ വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈവൻ 2020 ഒക്കെ മനസ്സിലായില്ലേ? ബ്രേക്ക് ആവുന്നത് നമ്മൾ അതൊന്നുമല്ല, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു, നമ്മൾ മനുഷ്യൻ തന്നെയല്ലേ, ആ സമയത്തുള്ളതാ. അതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ചില സമയത്ത് തോന്നുമ്പോൾ എന്ന് തോന്നുന്ന സാധനം തന്നെ. പിന്നെ ഇതൊരു നമുക്ക് മനസ്സിലായി ഇതൊരു ഫൈറ്റാണ്, അപ്പൊ നമ്മൾ ഫേസ് ചെയ്ത് പോകുക, അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു പോയിന്റിൽ ദിലീപേട്ടന് തോന്നിയായിരുന്നോ, ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു ജനപ്രിയ നടൻ തന്നെ ആളുകൾ വിളിക്കുന്നില്ലായിരുന്നെങ്കിൽ, എനിക്കിതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിലും സ്വസ്ഥമായിട്ട് ഉറങ്ങിയേനെ? അതായത് ഇല്ല, ഞാൻ എന്താ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു ഹീറോ ആവാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ദൈവം എനിക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു നിധിയാണ് എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത്. അത് ഇത്രയും കാലം എനിക്ക് തോന്നുന്നത് 29-30 വർഷത്തിലേക്കാവുകയാണ്. ഇത്രയും വർഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടെ നിലനിർത്തി എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ. അപ്പം അതൊക്കെ വലിയ പുണ്യമായിട്ടാണ്. ഒരിക്കൽ പോലും എനിക്കിപ്പോൾ ഒരു പറഞ്ഞ പോലത്തെ ചിന്തകളേ വന്നിട്ടില്ല എൻ്റെ മനസ്സിൽ. എനിക്ക് സിനിമ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് ഞാൻ നീതി പുലർത്തുന്നുണ്ട്. എനിക്ക് ഓരോ സിനിമയും എനിക്ക് ഓരോ മിഷനാണ്. അത് ചിലത് സക്സസ്ഫുൾ ആവാം, ചിലത് ഫെയിലിയർ ആവാം. നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് എന്തൊക്കെ പറഞ്ഞു, ഓരോ സ്വപ്നത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വിടുന്നു. എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് വിടുന്നത്. ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ ഫെയിലിയർ ആവും. എന്ന് വെച്ചാൽ നമ്മൾ നിർത്തുന്നുണ്ടോ? നമ്മൾ അടുത്തേക്ക് പോകും, പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത്രേ ഉള്ളൂ അതിനകത്ത്. ഇനി ദിലീപേട്ടന്റെ ഓർമ്മ പരീക്ഷിക്കുന്ന റൗണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഓർമ്മയില്ലാത്ത ആളാണ് ഞാൻ. എനിക്കിപ്പോ രേണു ആരാന്ന് പോലും അറിയില്ല. ദിലീപേട്ട, എന്റെ കാര്യങ്ങളല്ല, പടപടാന്ന് ഉത്തരം പറയാൻ പറ്റണം. ഓക്കെ, പടപടാ. അവസാനമായിട്ട് ദിലീപേട്ട ഏതൊരു സിനിമയിൽ സലീം പറയുന്നില്ലേ, എന്തോ ചോദിക്കുമ്പോ ടപ്പേ ടപ്പേ. സലീമേട്ടന്റെ ഒക്കെ രക്ഷയില്ല. ദിലീപേട്ടൻ അവസാനമായിട്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് 2 ആഴ്ച മുമ്പ്. എന്താ കഴിച്ചത്? ഓംലെറ്റും കട്ടൻ ചായ. കട്ടൻ ചായ. കാവ്യ ചേച്ചി. ശരി, ഓക്കെ, അത് ലോക കട. തീർന്നിട്ട് അടുത്ത ചോദ്യം.